ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഒരു റമദാൻ സ്നാക്കുമായിട്ടാണ് വന്നത്. റമദാൻ സ്നാക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ മൊരിഞ്ഞിട്ടുള്ള സ്നാക്കല്ല. ഇത് നമ്മളെ എന്താ പറയുക, വായിലിട്ടാലൊക്കെ അലിഞ്ഞ് പോകുക എന്ന് പറയുന്ന അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തിന്നാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഒരു ഹെവി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഒരു മീലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഇറച്ചിപ്പട്ടി എന്നാണ് ഞങ്ങളെ നാട്ടിൽ പറയുക. ഇറച്ചിപ്പട്ടിക്ക് പകരം നമ്മൾ ഓരോ സ്റ്റോപ്പ് വ്യത്യാസം വരുന്ന സമയത്തും ഇതിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെയും പേര് മാറും അല്ലേ. പല സ്ഥലത്തും പല പേരിലായിരിക്കും അറിയാം. എല്ലാവർക്കും ചില ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ എന്നാലും നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. റെസിപ്സൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇറച്ചിപ്പട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കിലോ ബീഫാണ് എടുത്തത്. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ബീഫാണ് എടുത്തത്. ബോണുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എളുപ്പമാണ് ബോൺലെസ് ആണെങ്കിൽ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള വലുപ്പത്തിലാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുത്തതാണ് കേട്ടോ ബീഫ്. ഇനിയിപ്പോൾ 1/2 കിലോ ബീഫ് എടുത്തതുകൊണ്ട് ഞാനിപ്പോൾ 1 കിലോ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചതാണ്, ചെറുതായിട്ട് മുറിച്ച് വെക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, മസാല കുറച്ച് കൂടുതലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 1 കിലോ ഉള്ളി എടുത്തത്. അപ്പോൾ 1 കിലോ ഉള്ളിയും 1/2 കിലോ ബീഫുമാണ് ഞാനിപ്പോൾ എടുത്ത കണക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നല്ല കഴുകി വൃത്തിയാക്കിയ ആ ഒരു ബീഫിലേക്ക് 1/2 സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും അതേപോലെ തന്നെ 1/2 സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളമില്ലാത്ത നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ ഒരു ബീഫിലേക്ക് വേണ്ടി ഉപ്പിട്ടാൽ മതി. എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിക്കാണ്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം എല്ലായിടത്തും ഈ ഒരു മിക്സ് ആവണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടിയിട്ട് ഓരോരുത്തർ കുക്കറിന് വ്യത്യാസം ഉണ്ടാവും. എൻ്റെ കുക്കർ 3 വിസിലാകുമ്പോഴത്തേക്ക് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 വിസിലാണ് ഞാനിപ്പോൾ വേവിച്ചത്. തീരെ വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചാലും ഇങ്ങനെ വെള്ളം ഉണ്ടാവും കേട്ടോ കുറച്ച്. പ്രശ്നമല്ല, നമുക്കതിന് വെള്ളം ഒഴിവാക്കൊന്നും വേണ്ട, അത് വേണം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു സ്റ്റീലിൻ്റെ ചട്ടിയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ അതിലേക്ക് ആകുമ്പോൾ നമുക്കൊന്നിച്ച് മസാല ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അതിലേക്ക് നമ്മൾ ഈ ഒരു ബീഫും അതിൻ്റെ സ്റ്റോക്കോട് കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം ഈ ഒരു ബീഫിൽ കിടന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ഈ ബീഫിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാനിങ്ങനെ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ നാൾ നമുക്ക് ഈ ഒരു മസാല കേടാവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ വെക്കണമെന്നെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ആ ഒരു സ്റ്റോക്ക് ഒഴിവാക്കാണ്ട് ചട്ടിയിലിട്ട് അതിനൊന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ അത് കണ്ടോ, ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒഴിക്കുക. ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒന്ന്, എന്നാലാണ് നമുക്കിത് മസാല കേടാവാണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ 1 സ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഓയിൽ ഒഴിച്ചത് കേട്ടോ. ഈ ഒരു എണ്ണ കിടന്നിട്ട് ഇതൊരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. വല്ലാണ്ട് ഹാർഡ് ആവണ വരെ അല്ല, ഈ ഒരു ഒഴിച്ച എണ്ണ ഒന്ന് ക്ലിയർ ആവണ വരെയാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. എണ്ണ നല്ല ക്ലിയർ ആവും. ആദ്യം ഒന്ന് കലങ്ങിയിട്ടാണ് ഉണ്ടാവുക, പിന്നെ ക്ലിയർ ആവും. അപ്പോൾ അത് എണ്ണയൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുകയും ചെയ്തിട്ടുണ്ട് ബീഫ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇത്ര മതി, കൂടുതലായിട്ട് പൊരിച്ചെടുക്കണ്ട. ഈ ഒരു പാകത്തിൽ കോരി മാറ്റിയാൽ മതി. അപ്പോൾ നമ്മളെ ബീഫ് മൊത്തം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനതൊന്ന് കോരി മാറ്റാണ്. ഇനിയിപ്പോൾ ഈ ഒരു സെയിം ചട്ടിയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ചട്ടി ബ്രൗൺ കളർ ആയതുകൊണ്ട് ഈ ഒരു ഉള്ളിക്കും ആ ഒരു കളർ തന്നെ അങ്ങ് വന്നോളും. അത് വെച്ചിട്ട് പ്രശ്നം, ചട്ടി കഴുകാനൊന്നും പോകണ്ട. ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് തന്നെയാണ് വരിക. അപ്പോൾ അത് നല്ലോണം ഒന്ന് വെള്ളം വറ്റണ വരെ ആദ്യം ഒന്നിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക, ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈത്തെ വെള്ളം ഫുള്ളൊന്ന് വറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉള്ളി മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ബീഫിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഉള്ളിക്ക് വേണ്ടിയ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ബാക്കി ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഉള്ളിയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആകുന്ന വരെയാണ് പാകം. അതുപോലെ തന്നെ ഈ ഇട്ട ഉള്ളി നേരെ പകുതിയായി വരും, ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് ഒരു പകുതിയായി വരും. ആ ഒരു പാകത്തിലാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞ്. ഇതിലേക്ക് ഇനി 1/2 സ്പൂൺ നമ്മൾ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും 1/2 സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളക് ഞാനിവിടെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതൽ ചേർക്കണോ കൂടുതൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 1-2 മിനിറ്റ് നേരം ഇതിൽ വഴറ്റിയിട്ട് ഇതിൻ്റെ ഒരു പച്ചച്ചോയ മാറണ വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നാൽ അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടിയാണ് ഒരു 2 ടീസ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ തന്നെയാണ് ഞാനിപ്പോൾ ഗരം മസാല ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ബീഫിൽ ഇതൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് മസാല ചേർക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ആ ഒരു പൊടിയൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ബീഫ് ഉണ്ടല്ലോ, ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ക്രഷ് ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനിയിൽ തീരെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക.
അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് പിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ പിച്ചുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മിക്സിയിലിട്ടതാണ് എളുപ്പത്തിന്. അപ്പോൾ ഇങ്ങനെ ആവണ്ട, നിങ്ങൾക്ക് കൈ കൊണ്ട് പിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിനി അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം മാത്രം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഞാനൊരു അരക്കപ്പ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ മല്ലിയില ഇടുന്ന സമയത്ത് ഈ നല്ല ചൂടങ്ങ് പോകണം കേട്ടോ. ആ തീ ഓണാക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കണ്ട. നല്ല ചൂടങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു ചെറിയ തീയിൽ തന്നെ, ചെറിയ ചൂട് തന്നെ ഇതങ്ങ് വാടിക്കോളും. അത്ര നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ചൂടാറിയതിന് ശേഷം ഞാനിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോക്സിലേക്ക് മാറ്റിയതാണിത്. അപ്പോൾ ഫ്രീസറിൽ വെക്കാൻ പറ്റുന്നൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതാണ് ഇപ്പോൾ നമ്മളെ അടിപൊളി മസാല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ആകുന്നതിന് പകരം നിങ്ങൾക്ക് സിബ്ലോക്ക് ബാഗിൽ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ ഇത് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മസാലയാണ്. നിങ്ങൾക്ക് സമൂസക്കോ അല്ലെങ്കിൽ വേറെ എന്ത് ഐറ്റത്തിനും നമുക്ക് ഉപയോഗിക്കാം. അതിനൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്നത് 2 മാസം വരെ ഈസി ആയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാനും വേണ്ടി പറ്റും കേട്ടോ. ഈ ഒരു മസാല കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. പെട്ടെന്ന് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീപ്പ് ഉണ്ടാക്കണം. ക്രീപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ദോശ പോലെയല്ലേ അത്. ആ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തത്. ആ ഒരു കപ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കണം. ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒഴിക്കാൻ പറ്റുന്ന കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററായിട്ടാണ് നമ്മളിത് എടുക്കേണ്ടത്. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുകൊണ്ടാണ് ഇപ്പം വെള്ളത്തിൻ്റെ ഒരു കണക്ക് ഞാൻ പറയാത്തത്. കുറേശ്ശെ ഒഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഞാൻ കയ്യിലോട്ട് കോരിയിട്ട് കാണിച്ചു തരാം. ദോശനെക്കാട്ടിലും ലൂസായിരിക്കണം കേട്ടോ. ഈ ഒരു ഇതിലാണ് ഉണ്ടാവേണ്ടത്, നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്റർ. അപ്പോൾ ഇനി ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കുക. ഞാൻ ഒരു എത്ര വലുപ്പമാണ് വേണ്ടിയെന്ന് വെച്ചാൽ ആ വലുപ്പത്തിനുള്ള പാനാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിലേക്ക് ലേശം ഓയിലാക്കിയിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. ഓയിൽ കൂടുതൽ വേണ്ട, ജസ്റ്റ് ഒന്ന് പാനൊന്ന് തുടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഓരോ തവി മാവ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് ഓരോ തവി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒരു മീഡിയം തീയാക്കി വെച്ചാൽ മതി. തീ കൂട്ടി വെക്കണ്ട. ഒരു മീഡിയം തീ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇതൊന്ന് ചുറ്റിക്കുന്ന സമയത്ത് തന്നെ അതങ്ങ് ഉണങ്ങി വരും. അപ്പോൾ അങ്ങനെ ഉണങ്ങി ഇതൊന്നും ഒട്ടാത്ത പാകമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ തൊട്ട് നോക്കുക. എന്നിട്ട് ഒട്ടാത്ത പാകമായാലും ഇത് എടുക്കുക. തിരിച്ചിടാണ്ട, ഇങ്ങനെ തന്നെയാണ് എടുക്കുക കേട്ടോ. ഒറ്റ ഭാഗമേ നമുക്ക് വേവിക്കേണ്ടിയുള്ളൂ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഫസ്റ്റ് ഇവിടെ റെഡി ആയി കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എടുക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക, പെട്ടെന്ന് കീറിപ്പോവും. ഇനിയിപ്പോൾ അടുത്തതും ഞാൻ ഒന്നും കൂടെ ഒന്ന് ഉണ്ടാക്കണ കാണിച്ചു തരാം. അടുത്തത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചുറ്റിച്ച് ആ മാവ് തീരുമ്പോഴത്തേക്ക് ഇതങ്ങ് ഡ്രൈ ആവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഡ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്കിപ്പോൾ ഇവിടെ 12 പാൻ കേക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ. 1 കപ്പ് മൈദക്ക് എനിക്കിവിടെ 12 പാൻ കേക്കാണ് ഇവിടെ റെഡിയായി കിട്ടിയത്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ചെറിയ ചൂടുണ്ടെങ്കിൽ തന്നെ എടുക്കുമ്പോൾ കുറച്ച് കെയർ ചെയ്ത് എടുക്കണം. ചെറിയ കുട്ടികളൊക്കെ എടുക്കുന്ന പോലെ എടുക്കണം. കാരണം ഇത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും കെയർ ചെയ്തിട്ട് വേണം ഇത് ഓരോന്നായിട്ട് എടുക്കാൻ കേട്ടോ. പിന്നെ നല്ല നൈസാണ് ഇത്, വളരെ തിന്നാണ്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം. എൻ്റെ കൈ കണ്ടോ അടിയിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിലാണ് ഈ ഒരു ദോശ എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ആക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട വേണം. ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ മല്ലിയില ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് നല്ല എന്താ പറയുക, എല്ലായിടത്തും നല്ല ഒരു മുട്ട നല്ലോണം മിക്സ് ആകുന്ന വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഓരോ പാൻ കേക്ക് ഇവിടെ എടുത്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഓരോ ഇതിലേക്ക് ദോശയിലേക്ക് ഓരോ സ്പൂണ് നമ്മൾ മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ മസാലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂടുതൽ വെക്കണോ കൂടുതൽ വെച്ച് കൊടുക്കുക. ഇതൊരു ബോക്സിൻ്റെ ഷേപ്പിൽ മസാല വെച്ചതിന് ശേഷം 2 ഭാഗത്തുനിന്നും ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഒട്ടിക്കാനും എന്താ പറയുക, മൈദൻ്റെ പശയൊന്നും ഉണ്ടാക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതങ്ങ് ഒട്ടും കേട്ടോ. പിന്നെ അത് തുറക്കാനൊന്നും കഴിയില്ല. അപ്പോൾ നല്ല പ്രസ്സായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കണ്ടോ, ഇതിന് തുറന്ന് പോരൊന്നുമില്ല, ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എന്താ എല്ലാ ബോക്സും ഇങ്ങനെ ആക്കിയെടുക്കുക. ഇതിന് മീറ്റ് ബോക്സ് ഒന്നും പറയൂ കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു 10 ഇങ്ങനെ മീറ്റ് ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം കേട്ടോ. അട്ടിക്ക് വെക്കരുത്. ആദ്യം വെച്ച് നല്ലോണം ഐസായതിൻ്റെ ശേഷമാണ് പിന്നെ അട്ടിക്ക് വെക്കാൻ പാടുള്ളൂ, അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു 10 മീറ്റ് ബോക്സ് ഇവിടെ റെഡിയാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആ സെയിം പാൻ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് 1 സ്പൂണ് അല്ലെങ്കിൽ 1.5 സ്പൂണൊക്കെ മതി കേട്ടോ. അതിൽ അത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ്. 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 മാക്സിമം അത്രയും വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു കലക്കി വെച്ച മുട്ടയിലേക്ക് ഓരോ മീറ്റ് ബോക്സും അതിലൊന്ന് മുക്കിയിട്ട് ഒന്ന് അതിലേക്ക് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം തീ മതി, കാരണം മുട്ടയാണ്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അത് രണ്ടാമത്തെ ഞാനിപ്പോൾ ഒരേ സമയം 2 ഉണ്ടാക്കിയെടുക്കുന്നത്. 1 മുട്ട ഒന്ന് മുക്കിയതിന് ശേഷം എടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ 12 ബോക്സ് ഉണ്ടാക്കിയാലും ഈ മുട്ട ബാക്കിയായിരിക്കും കേട്ടോ.
അപ്പോൾ മുട്ട കൂടുതലൊന്നും വേണ്ട, നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു മുട്ട മതി. അപ്പോൾ അതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും തിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. ഈ ഒഴിച്ച എണ്ണ തന്നെ ഫുള്ളായിട്ട് ഉണ്ടാക്കാനുണ്ടാവും. എണ്ണയൊന്നും തീരെ കുടിക്കില്ല, കാരണം മേലെയും മുട്ട ആണല്ലോ വരുന്നത്, അതുകൊണ്ട് തന്നെ തീരെ എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ അതാ ഞാൻ തിരിച്ചു വിട്ടെടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കളറാകണ വരെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കോരി മാറ്റാണ്. ഫസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ അപ്പോൾ ഞാൻ കണ്ടില്ല, ആ എണ്ണ അതേപോലെ തന്നെ അതിലുണ്ട്. അതൊന്നും കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഇനി അടുത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്പൂൺ എണ്ണ ഒന്ന് കുറഞ്ഞ് വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ കുറയൊന്നുമില്ല, കുറേ ഇങ്ങനെ ആക്കി കഴിഞ്ഞാലേ ആ എണ്ണ പോവുള്ളൂ. അപ്പോൾ അതാ അടുത്തും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില അതിൻ്റെ മേലെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ടിത് ഒരു ഭാഗം ഒന്ന് ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മീറ്റ് ബോക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് റമദാനിന് കോഴിയുടെയും സമൂസയും ഇതൊക്കെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വേറിട്ട ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുമ്പോൾ. ഇത് നല്ലൊരു സോഫ്റ്റാണ്. അതേപോലെ തന്നെ കുറച്ച് പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ തിന്നാൻ നല്ല ഇതാണ് കേട്ടോ. കുറച്ച് സോഫ്റ്റാണ്, ഇത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അത് ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച്. ഇപ്പം കണ്ടില്ല, ഇത് അടിപൊളി സാധനമാണ്, നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഇനിയും റെസിപ്റ്റ്സ് എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ അസ്സലാമു അലൈക്കും.